ഹായ് നമസ്കാരം. തംബ്നെയിലിൽ കണ്ട പോലെ ദി ബെസ്റ്റ് വേ ടു സോൾവ് മെൻസുറേഷൻ ക്വസ്റ്റ്യൻസ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മാത്സ് മാത്രമല്ല, ഏത് ടോപ്പിക് ആണെങ്കിലും ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാനുള്ള ദി ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഓപ്ഷൻ എലിമിനേഷൻ തന്നെയാണല്ലേ. പേനയോ പേപ്പറോ എടുക്കാതെ സ്ക്രീൻ നോക്കി നമുക്ക് ആൻസർ മാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പമുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമുക്ക് ഈ മെൻസുറേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരു അപ്രോച്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഏത് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പറ്റാത്തത്? അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, മെൻസുറേഷനിൽ നമ്മൾ ഒരുപാട് ഫിഗേഴ്സ് പഠിക്കും. സർക്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ അങ്ങനെ തുടങ്ങി 3D ഫിഗേഴ്സ് ആയിട്ടുള്ള ക്യൂബ്, ക്യൂബോയിഡ്, സ്പിയർ, ഹെമിസ്ഫിയർ അങ്ങനെ ഒരുപാട് ഫിഗേഴ്സ് നമ്മൾ പഠിക്കും. കൂടുതൽ ഫിഗേഴ്സിലും ഞാൻ കുറച്ച് എക്സാമ്പിൾസ്, സിലിണ്ടർ, കോൺ, സ്പിയർ, ഇതിലൊക്കെ ഒരു സർക്കിളിൻ്റെ പ്രസൻസ് ഉണ്ടല്ലേ. അതിൻ്റെ നമ്മൾ സിലിണ്ടറിൻ്റെ തന്നെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ ബേസ് സർക്കിൾ ആയതുകൊണ്ട് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ πr² ഇൻറ്റു എച്ച്. അതുപോലെ കോൺ നോക്കുമ്പോൾ 1/3 πr² എച്ച്. ഇത്തരം ഫിഗേഴ്സിലെല്ലാം ഒരു പൈ കോമൺ ആയിട്ട് കാണാം. നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഇതുപോലുള്ള ഫിഗേഴ്സിൻ്റെ ഒന്നെങ്കിൽ സർഫസ് ഏരിയ ചോദിക്കാം, അല്ലെങ്കിൽ വോളിയം ചോദിക്കാം. ഇനി ചില ഫിഗേഴ്സിൻ്റെ ഇപ്പോൾ ഒരു സിലിണ്ടർ തന്നിട്ട് അതിന് പെയിൻറ് ചെയ്യുന്നു, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ഇനി ഒരു ക്യാനിൽ ഇത്ര വെള്ളം കൊള്ളുന്നു, അന്നേരം നമ്മൾ അതിൻ്റെ വോളിയം മെഷർ ചെയ്യണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് കുറച്ച് കാൽക്കുലേറ്റീവായിട്ട് വരാറുണ്ട്. നമുക്ക് ഇക്വേഷൻ എഴുതി അത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈം പിടിക്കും. പക്ഷെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസിലെല്ലാം പൈ കോമൺ ആയിട്ടുണ്ടല്ലേ. പൈ ഉണ്ട്, ആറും കോമൺ ആയിട്ടുണ്ട്. പക്ഷെ ആറിൻ്റെ വാല്യൂ ഓരോ ക്വസ്റ്റ്യനിലും വ്യത്യസ്തമായിരിക്കും. പക്ഷെ പൈ കോൺസ്റ്റൻ്റ് അല്ലേ. പൈയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി എങ്ങനെ എടുക്കുക? 22/7 എന്നല്ലേ. ഈ 22നെ നമുക്ക് 2 ഇൻറ്റു 11 എഴുതാം. 11 ഒരു പ്രൈം നമ്പറാണ്. അത് കട്ട് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കുറവല്ലേ നമ്മളൊരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ അങ്ങനെ വരണ്ടേ, ഒരു 11 വരണ്ടേ. നമ്മൾ അതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന മെത്തേഡ്. ഒരു 11ൻ്റെ മൾട്ടിപ്പിൾ 11 കൊണ്ട്, ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് 11 കൊണ്ട് ഡിവിസിബിൾ ആവുമോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിൽ നോക്കാം, അന്നേരം ക്ലിയർ ആവും. ഓക്കെ, ആദ്യം അറിയണം എങ്ങനെയാണ് 11ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. ഞാൻ ആദ്യം എക്സാമ്പിൾസ് തന്നെ പറയാം. 121 നമുക്കറിയാം 11ൻ്റെ സ്ക്വയർ ആണ്. 1331 11ൻ്റെ ക്യൂബാണ് നമുക്കറിയാം. വേറൊരു നമ്പർ തന്നാൽ ഇത് 11ൻ്റെ ഡിവിസിബിൾ ആണോ എന്നെങ്ങനെ ചെക്ക് ചെയ്യും? ഇവിടെ പറയുന്നുണ്ട്, when difference of sum of numbers at odd places and even places is 0 or 11. അതായത് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് നമ്പർ എടുക്കാം. ഇതിൻ്റെ ഓഡ് പ്ലേസസ്, അതായത് ഈ 1, 7, 7 അതിൻ്റെ സം എടുക്കണം. അതായത് 15 വരത്തില്ലേ. ഇനി ഈവൻ പ്ലേസസ്, അതിൻ്റെ സം എടുത്താലോ 1 + 3 4. ആദ്യം നമ്മൾ ഓഡ് പ്ലേസസിൻ്റെ സം എടുത്തപ്പോൾ 15 കിട്ടി. ഈവൻ പ്ലേസസിൻ്റെ സം എടുത്തപ്പോൾ 4 കിട്ടി. അത് തമ്മിൽ മൈനസ് ചെയ്യാം. 15 - 4 എത്രയാണ് വന്നത്? 11 അല്ലേ. നമ്മുടെ കണ്ടീഷനിലും ഈ ഡിഫറൻസസ് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ 11 വരണമെന്നല്ലേ. കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലേ. ഇങ്ങനെയാണ് ഒരു തന്നിട്ടുള്ള നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആവുമോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നമുക്കിനി ഈ മുകളിൽ കിടക്കുന്ന ഡിജിറ്റ് നോക്കിയാലോ. 2, 8, 3, 8. ഓഡ് പ്ലേസസ് കൂട്ടുമ്പോൾ 2, 3, 5. ഈവൻ പ്ലേസസ് കൂട്ടുമ്പോൾ 8, 8, 16. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. 16ൽ നിന്ന് 5 കുറച്ചാൽ 11. ഡിവിസിബിൾ ആയില്ലേ. ഇനി ഇതേ 1331 ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഈ 1ഉം 3ഉം കൂട്ടിയാൽ 4. അതുപോലെ 3ഉം 1ഉം കൂട്ടിയാൽ 4. 4 - 4 0. ഒന്നെങ്കിൽ 0 വന്നാൽ മതി, അല്ലെങ്കിൽ 11 വന്നാൽ മതി. കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലേ. ഇവിടെ അതുപോലെ തന്നെയല്ലേ. 1 + 1 2, 2 - 2 0. നമ്മൾ 11ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പഠിച്ച് അല്ലേ. ഇനി ഇത് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാലോ. നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ക്വസ്റ്റ്യൻ മുഴുവനും വായിക്കുന്നില്ല, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് ഷീ ക്യാൻ ക്യാരി ഇൻ ദ ഫ്ലാസ്ക്.
സോ ഒരു സിലിണ്ടറിക്കൽ വെസലാണ്. ഇതിൻ്റെ വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. സോ അതിൽ പൈ എന്ന് പറയുന്ന ടേമുണ്ട്. സോ പൈ ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ വാല്യൂ ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിലും പറയുന്നുണ്ട്, യൂസ് പൈ ഇസിക്കൽ ടു 22/7. സോ 22/7 ഇൻറ്റു റേഡിയസ് എത്രയാണ് വരേണ്ട? ഡയമീറ്റർ 12 ആകുമ്പോൾ റേഡിയസ് 6. അപ്പം 22/7 ഇൻറ്റു 6 സ്ക്വയർ ഇൻറ്റു 21. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ നമുക്ക് 22/7 എന്ന് പറയുന്ന പൈയുടെ വാല്യൂ ഉണ്ടായതുകൊണ്ട് നമുക്ക് 11ൻ്റെ ഡിവിസിബിലിറ്റി വെച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, 2 + 7 9, 3 + 2 5. അപ്പോൾ 9 - 5 4 ആണ് വന്നത്, അപ്പോൾ അതല്ല. അടുത്ത് നോക്കിയപ്പോഴോ 2 + 7 9, 9 - 3 6 ആണോ, അപ്പോൾ അതല്ല. തേർഡ് ഓപ്ഷൻ നോക്കിയപ്പോൾ 2 + 7 9, 6 + 3 + 6 9. 9 - 9 0 വന്നില്ലേ. അടുത്ത ഓപ്ഷൻ നോക്കിയാലോ, 2 + 7 9 ആണ്, 3 + 4 7 ആണ്. അവിടെ കുറയ്ക്കുമ്പോൾ 2 ആണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ 3. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഓക്കെ, യെസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ഇറ്റ്സ് ലാറ്ററൽ സർഫസ് ഏരിയ? സോ ഒരു കോണിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ എന്താ? പൈ ആർ എൽ. സോ പൈ ഇൻറ്റു റേഡിയസ് ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ റേഡിയസ് 7/2 വരും, സ്ലാൻഡ് ഹൈറ്റ് 10 തന്നിട്ടുണ്ട്. സോ 22/7 ഇൻറ്റു 7/2 ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഓപ്ഷൻ എലിമിനേഷൻ വെച്ച് ഈ മെൻസുറേഷനിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നല്ലേ. സോ 11ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന എത്ര ഓപ്ഷനേ ഉള്ളൂ? ഒറ്റ ഓപ്ഷൻ. സോ ജസ്റ്റ് നോക്കി, ഓക്കെ ഇക്വേഷനിൽ പൈ വരുന്നുണ്ട്, സോ അത് നോക്കി നമ്മൾ 11ൻ്റെ മൾട്ടിപ്പിൾ എടുത്തു. വളരെ ഈസി അല്ലേ ഈ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത് നോക്കാം. യെസ്. സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വോളിയം ഓഫ് സിലിണ്ടർ. സിലിണ്ടറിൻ്റെ വോളിയം ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു, പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് അല്ലേ. സോ പൈയുടെ വാല്യൂ 22/7 ഉപയോഗിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. നമുക്കപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഓപ്ഷൻ 1 ചെക്ക് ചെയ്യുമ്പോൾ 4 + 1 5, 6 + 5 11. സോ അതല്ല. ഇത് നോക്കുമ്പോൾ 4 + 1 5, നടുക്ക് 6 ആണ്. അപ്പോൾ അതും വരത്തില്ലല്ലോ. ഇത് ഓപ്ഷൻ 3 നോക്കിക്കേ, 4 + 2 6, നടുക്കും 6. അപ്പോൾ 4 + 2 6 - 6 0 വരത്തില്ലേ. നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ 3. ഇതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് ചെയ്യേണ്ടത്? സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ഇപ്പോൾ സോ ആറും വേണം എച്ചും വേണം. ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആറും എച്ചും തന്നിട്ടുണ്ടോ? ഇല്ല. സം ഓഫ് റേഡിയസ് ഓഫ് ബേസ് ആൻഡ് ഹൈറ്റ് ആർ പ്ലസ് എച്ചാണ് തന്നിരിക്കുന്നത്. സോ ആറും എച്ചും കണ്ടുപിടിക്കാൻ മറ്റൊരു ഹിൻറ്റും ഇവിടെ തന്നിട്ടുണ്ട്. ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സോളിഡ് സിലിണ്ടർ ഈസ് 1628. സോ നമ്മൾ 2πr ഇൻറ്റു ആർ പ്ലസ് എച്ച് എന്ന ഇക്വേഷനിലിട്ട് ആർ പ്ലസ് എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അവിടുന്ന് വേണം ആറും എച്ചും കണ്ടുപിടിച്ച് പിന്നെ ഈ വോളിയത്തിൻ്റെ ഇക്വേഷനിൽ ഇട്ട് വേണം നമുക്കിത് ചെയ്യാൻ. സോ അത്യാവശ്യം നല്ല ടൈം എടുക്കത്തില്ലേ ചെയ്യാൻ. ഏകദേശം നമ്മൾ ഇത്രയും ചെയ്യേണ്ടി വരും. സോ അന്നേരം നമുക്ക് ഏത് ആൻസർ തന്നെയാണ് കിട്ടുന്നത്? ഓപ്ഷൻ 3. നമ്മളത് വളരെ പെട്ടെന്ന് 11ൻ്റെ മൾട്ടിപ്പിൾ നോക്കി ആൻസർ കുത്തിയില്ലേ. ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. യെസ്. ഈ ക്വസ്റ്റ്യനിൽ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ഓൺ ദി പൈപ്പ്. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനിലൊക്കെ സർഫസ് ഏരിയ അല്ലേ കണ്ടുപിടിക്കണ്ടേ. സോ ഇവിടെ ഒരു പൈപ്പ് ആയതുകൊണ്ട് അതൊരു സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ ഏരിയയിൽ പൈ എന്ന് പറയുന്ന ടൈം വരില്ലേ. അങ്ങനെ വരുമ്പം 11ൻ്റെ മൾട്ടിപ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. ഓപ്ഷൻ ബി നോക്കിക്കേ, 1 + 8 9, 1 + 8 9, 9 - 9 0 അല്ലേ. സോ ഇത് സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ബാക്കി ഓപ്ഷൻസ് ചെക്ക് ചെയ്താൽ മതി, അത് 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ. കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ പൈ ആർ എൽ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? പൈ ഉണ്ട്, സോ അതുകൊണ്ട് 11ൻ്റെ മൾട്ടിപ്പിൾ നോക്കും അല്ലേ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, ഓപ്ഷൻസിൽ ഡയറക്റ്റ് ആ പൈ അതുപോലെ തന്നെ തന്നിട്ടുണ്ട്. സോ നമ്മൾ പൈ പിന്നീട് മൾട്ടിപ്പിൾ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ ഈ ക്വസ്റ്റ്യൻ പക്ഷേ വളരെ എളുപ്പമാണ്. നമുക്ക് പൈ ആർ എൽ ആണ് വേണ്ടുന്നത്. ഡയറക്റ്റ് ആയിട്ട് റേഡിയസും സ്ലാൻഡ് ഹൈറ്റും അവർ തന്നിട്ടുണ്ട്. സോ 6 × 11 66 പൈ ആണ് ആൻസർ വരേണ്ടത്. ഇത് ഞാൻ ഈ ഓപ്ഷൻസിൽ പൈ അതുപോലെ തന്നെ വരും എന്ന് കാണിക്കാൻ വേണ്ടി ഈ സ്ലൈഡ് ഇട്ടതാണ്. ഇങ്ങനെയും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഡയറക്റ്റ് ഓക്കെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ഒരു പൈ വരും അതുകൊണ്ട് 11ൻ്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാം എന്നല്ല. നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? ഇതുപോലെ പൈ അതുപോലെ തന്നെ തന്നിട്ടുണ്ടോ നോക്കണം. പിന്നെ ഈ സൈഡിൽ യൂസ് പൈ ഈസിക്കൽ ടു 3.14 അങ്ങനെ പറയും. അങ്ങനെയുള്ള കേസിൽ ഇത് ചെക്ക് ചെയ്യരുത്.
അത് നമുക്ക് വഴിയെ കാണാം. എവിടൊക്കെയാണ് ഇത് ചെക്ക് ചെയ്യാൻ പാടില്ലാത്തതെന്ന് നമുക്ക് വഴിയെ കാണാം. ഇത് നോക്കിയാലോ? യെസ്. ഈ ക്വസ്റ്റ്യൻ എന്താ? ദി ലെങ്ത് ഓഫ് എ റൂം ഈസ് 5.5 മീറ്റർ ആൻഡ് ഇറ്റ്സ് വിഡ്ത്ത് ഈസ് 3.75 മീറ്റർ. സോ ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് പേവിംഗ് ദ ഫ്ലോർ. ഓക്കെ. ടൈലിടുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് ഏരിയ ആണ് വേണ്ടുന്നത്. ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പ് അല്ലേ? റെക്ടാങ്കുലറിന്റെ ഏരിയ വരുന്നത് എങ്ങനെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ അതിൽ പൈ ഉണ്ടോ? ഇല്ല. പൈ ഇല്ല. സോ നമുക്ക് പൈയുടെ മൾട്ടിപ്പിൾ നോക്കാൻ പറ്റും. 11ന്റെ മൾട്ടിപ്പിൾ നോക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ വാല്യൂസ് നോക്കിയപ്പോൾ ഒരെണ്ണം 5.5 ആണ്. 5.5 11 ഇൻറ്റു 0.5 അല്ലേ? സോ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ അതിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. സോ അങ്ങനെ നോക്കുമ്പോൾ ഏതേ ഓപ്ഷൻ വരൂ? ഓപ്ഷൻ ഡി മാത്രമേ വരത്തുള്ളൂ. സോ ഇതുപോലെ പൈ തന്നിട്ടില്ലെങ്കിലും നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് മൾട്ടിപ്പിൾ ആണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാം. സോ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത്. നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ നോക്കിയാലോ? സോ ഈ ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? സോ നമ്മൾ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ നോക്കി പോവുകയാണെങ്കിൽ സോ ഇവിടെ ഒരു പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു സർക്കിൾ കാണുന്നുണ്ട്. സോ 2πr ആയിരിക്കും. 11ന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് നമുക്ക് തോന്നും അല്ലേ? പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇഫ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റെക്ടാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 14:11 then വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? സോ ആരുടെ പെരിമീറ്ററാണ് ചോദിച്ചിരിക്കുന്നത്? റെക്ടാങ്കിളിൻ്റെ ആണ് അല്ലേ? റെക്ടാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 2 ഇൻറ്റു എൽ പ്ലസ് ബി. സോ അവിടെ പൈ ഉണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ നോക്കാൻ പറ്റുമോ? ഇല്ല. സോ ഇവിടെ ഇത് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എൽ പ്ലസ് ബി അല്ലേ? അപ്പോൾ ഈ 14:11 അതിൻ്റെ സം എടുക്കണം 25. സോ നമ്മുടെ ആൻസർ 25 റേഷ്യോ ആയിരിക്കത്തില്ലേ? അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി. ഇതല്ലാതെ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ലെങ്തും വേണം ബ്രെഡ്ത്തും വേണം. അത് കണ്ടുപിടിക്കാനുള്ള ഹിൻ്റാണ് മുകളിൽ തന്നിരിക്കുന്നത്. സോ റേഡിയസ് 21 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള സർക്കിളിൻ്റെ ഏരിയ 1386 വരും. നമ്മൾ ചില ഡേറ്റ കാണാതെ പിടിക്കേണ്ടതുണ്ട്. ഞാനിത് ഈ വീഡിയോയുടെ അവസാനം ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മിനിമം പഠിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ. ഇവിടെ നമ്മൾ അങ്ങനെ സോൾവ് ചെയ്താൽ മാത്രമേ നമ്മളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിച്ച് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. പക്ഷേ വളരെ ഈസി ആയിട്ട് നമ്മൾ 25ന്റെ മൾട്ടിപ്പിൾ നോക്കി ആൻസർ മാർക്ക് ചെയ്തില്ലേ? യെസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ വോളിയം ഓഫ് ദി ക്യൂബോയിഡ്. സോ ക്യൂബോയിഡിൻ്റെ വോളിയം എന്താ വരിക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? അവിടെയും പൈ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ നോക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 6:3:2. സോ അതിൻ്റെ മൾട്ടിപ്പിൾ എന്തായാലും നമ്മളത് 3 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരില്ലേ? അങ്ങനെ നോക്കുമ്പോൾ 6 × 3 18, 18 × 2 36. അപ്പോൾ 36ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കത്തില്ലേ? 36 9 കൊണ്ട് ഡിവിസിബിൾ അല്ലേ? സോ നമ്മുടെ ആൻസറും 9 കൊണ്ട് ഡിവിസിബിൾ ആവണ്ടേ? 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? നമ്മൾ അതിൻ്റെ ഡിജിറ്റ് സം എടുത്ത് 9 വരുന്നത് നോക്കിയാൽ മതി. സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. 4 + 6 10, 10 + 5 15. 15 9ന്റെ ഡിവിസിബിൾ അല്ലല്ലോ. അടുത്ത് നോക്കാം. 4 + 8 12. അതാണോ? അല്ല. അടുത്തത് 4 + 5 9. കറക്റ്റ് ആണ്. അടുത്ത് നോക്കിയാലോ? 4 + 2 6. അത് വരത്തില്ല. സോ നമ്മൾ ജസ്റ്റ് നമ്മൾ ആ ഒരു റേഷ്യോ നോക്കിയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി. ഇവിടെയും പൈ ഇല്ല. പക്ഷേ ആ വാല്യൂസ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി ഹോളോ ഹെമിസ്ഫിയർ? സോ ഹെമിസ്ഫിയർ ആണ്. ഇക്വേഷനിൽ പൈ വരും. അതുകൊണ്ട് 11ന്റെ ഡിവിസിബിലിറ്റി നോക്കുമോ? ഇല്ല, നോക്കരുത്. കാരണം ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കറപ്റ്റ് അപ് ടു 2 ഡെസിമൽ പ്ലേസസ്. ഇവിടെ ഇങ്ങനെ പറയുന്നത് തന്നെ നമ്മളത് നോക്കാതിരിക്കാനാ. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. ഇവിടെ ഫൈൻഡ് ദ വോളിയം ഓഫ് സ്ഫിയർ. സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് 4/3 πr³ ഇട്ട് കൊടുക്കണം. സോ ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സ്മാർട്ട് വേ എന്താ 11ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണം. സോ ഇത് കമൻറ്റ് ബോക്സിൽ ഏതാണ് എൻ്റെ ആൻസർ വരിക എന്ന് നോക്കി പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ. സിലിണ്ടറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ 2πr/h അല്ലേ? സോ നമുക്ക് പൈ നോക്കാൻ പറ്റുമോ? ഇല്ല. അത് ഈ ഓപ്ഷൻസിൽ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ നമ്മൾ ഇതുപോലുള്ള പൈ അതുപോലെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഹൈറ്റ് നോക്കിക്കേ 121 അല്ലേ? 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അങ്ങനെ വരുമ്പോൾ 11ന്റെ ഡിവിസിബിലിറ്റി വരുന്ന ഏത് ഓപ്ഷനേ ഉള്ളൂ?
ഓപ്ഷൻ 2. നമുക്ക് അങ്ങനെ എടുത്തുകൂടെ? ഇത് നോക്കിക്കേ, 9 + 2 11, 9 + 2 11, 11 - 11 0 അല്ലേ? യെസ്. ബാക്കി ഓപ്ഷൻസ് നോക്കിക്കേ, ഇവിടെ 9 + 1 10 ആണ്, ഇവിടെ 11 ആണ്, സോ അതില്ല. ഇവിടെ 11 - 3 പറ്റില്ല, ഇവിടെ 14 - 11 പറ്റില്ല. അങ്ങനെയും നമുക്ക് ആൻസറിലോട്ട് എത്താം. സോ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് 11ന്റെ ഡിവിസിബിലിറ്റി നോക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആ ചോദിച്ചിരിക്കുന്നതിൽ റേഡിയസ്, ഹൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യണം. അവിടുന്ന് നമുക്ക് ഒരു മൾട്ടിപ്പിൾ കിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ വോളിയം ഓഫ് ദി ക്യൂബോയിഡ് അല്ലേ? നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ക്യൂബോയിഡിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അവിടെയും പൈ ഇല്ല, പക്ഷേ ഇത് ഹൈറ്റ് കണ്ടോ, 22 സെന്റിമീറ്റർ അല്ലേ? 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ? സോ ആൻസർ എന്ത് വരണം? 11ന്റെ മൾട്ടിപ്പിൾ വരണം. സോ അങ്ങനെ ചെക്ക് ചെയ്യുമ്പം ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ ഡി. കണ്ടോ, വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇതല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, നമുക്ക് ലെന്തും ബ്രെഡ്ത്തും ഹൈറ്റ് മാത്രമേ ഉള്ളൂ. സോ ലെന്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും തമ്മിലൊരു റിലേഷനാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ഈ ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്കത് കണ്ടുപിടിക്കാൻ. ഏകദേശം നമ്മൾ ഇത്രയും എഴുതി ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോഴും നമുക്ക് ആൻസർ ചെയ്ത് തന്നെ കിട്ടുന്നത് 9152. ഓക്കെ, സോ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടല്ലേ? എവിടെയൊക്കെ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാം, നമുക്ക് ഏത് കേസിലാണ് ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് പൈയുടെ വാല്യൂ 3.14 ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ല. അതുപോലെ ഓപ്ഷനിൽ പൈ അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 11ന്റെ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ അത്തരം ക്വസ്റ്റ്യൻസ് ശ്രദ്ധയോടെ നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, കുറച്ച് വാല്യൂസ് നമുക്ക് കാണാതെ പഠിക്കേണ്ടതുണ്ട്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന വാല്യൂസ്. സോ അത് നമുക്ക് നോക്കാം. യെസ്, നമ്മൾ ആദ്യത്തെ 3 എണ്ണമെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. സോ ഇത് വളരെ എളുപ്പമാണ്. നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ πr², പെരിമീറ്റർ കണ്ടുപിടിക്കാൻ 2πr. ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. സോ നേരത്തെ ഒരു നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, റേഡിയസ് 21 വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഏരിയ 1386 എടുത്തത്, അതുപോലെ. സോ ഈ ആദ്യത്തെ 3 എണ്ണമെങ്കിലും നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. സോ റേഡിയസ് 7 വന്നു കഴിഞ്ഞാൽ ഏരിയ വരുന്നത് 154 ആണ്. റേഡിയസ് 7 വന്നു കഴിഞ്ഞാൽ ഏരിയ വരുന്നത് 154, പെരിമീറ്റർ വരുന്നത് 44. ഇനി ഈ റേഡിയസ് അതിൻ്റെ ഇരട്ടി വന്നു കഴിഞ്ഞാൽ, 7ൻ്റെ ഇരട്ടി 14 വന്നു കഴിഞ്ഞാൽ 154ൻ്റെ 4 ടൈംസ്, അതായത് 216. സോ നമ്മൾ കാണാതെ പഠിക്കണം. റേഡിയസ് 7 വരുമ്പോൾ ഏരിയ 154, അതുപോലെ 14 വരുമ്പോൾ 616. പെരിമീറ്റർ 2 ടൈംസേ മാറത്തുള്ളൂ. 44 ആയിരുന്നത് 88 ആവും. സോ നമുക്ക് ഈ 21ൻ്റെ കൂടെ പഠിക്കാം. 21 റേഡിയസ് വരുമ്പോൾ എന്ത് വരും ഏരിയ? 1386. അപ്പോൾ പെരിമീറ്റർ വരുന്നത് 132. സോ നമ്മൾ മിനിമം ഈ 3 എണ്ണമെങ്കിലും പഠിച്ചു വെക്കണം. സോ ദാറ്റ്സ് ഓൾ. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. മോക്ക് എഴുതുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 11ന്റെ മൾട്ടിപ്പിളും ഒക്കെ നോക്കിയിട്ട് ഓപ്ഷൻ എലിമിനേഷൻ ചെയ്ത് നമ്മൾ ആൻസർ മാർക്ക് ചെയ്യണം. എക്സ്പ്ലനേഷൻ പഠിക്കുമ്പോഴും നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസിൽ നമുക്ക് മൾട്ടിപ്പിൾ നോക്കി ചെയ്യാൻ പറ്റുന്നുണ്ടോ. സോ ഇത് മാത്രമല്ല, നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് നോക്കി കാൽക്കുലേഷൻ ഈസി ആക്കാൻ പറ്റും. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതിലൊക്കെ ഇതുപോലെ മൾട്ടിപ്പിൾ നോക്കി ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അതെല്ലാം നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ചാനലിലൂടെ പഠിക്കുന്നതായിരിക്കും. സോ താങ്ക് യു.